5 കോടിയായുള്ളൂ. ബാക്കി 25 കോടി മുസ്ലിം എവിടെ? വഖഫ് നിയമം ഇവിടെ പാസ്സാക്കാൻ പോവാ. വഖഫ് നമ്മുടെ ഏറ്റവും കൂടുതൽ ഇന്ത്യ രാജ്യത്ത് സ്വത്തുള്ളത് 3 കൂട്ടർക്കാണ്. ഒന്ന് റെയിൽവേക്ക്, ഭൂസ്വത്ത്, റെയിൽവേക്ക് ഏറ്റവും കൂടുതൽ സ്വത്ത്. 2 ഈ നാവികസേന, കരസേന, നാവികസേന, ഇവർക്കാണ് ഏറ്റവും കൂടുതൽ സ്വത്ത്. 3 വഖഫ് സ്വത്ത്. 1.5 ലക്ഷം കോടിയോളം രൂപ ഈ വഖഫിന്റെ പേരിൽ കിടപ്പുണ്ട്. 1.5 ലക്ഷം കോടി, 1.5 ലക്ഷം രൂപ അല്ല, 1.5 ലക്ഷം കോടി രൂപ ഈ വഖഫ് സ്വത്ത് കിടപ്പുണ്ട്. നമ്മുടെ പള്ളിക്ക് കിട്ടേണ്ടത് അത്. നമ്മുടെ പള്ളിക്ക് മദ്രസ പണിയാനും ഓഡിറ്റോറിയം പണിയാനും വഖഫ് സ്വത്തിൽ നിന്ന് നമുക്ക് പണം കിട്ടണം. ഓരോ ജമാഅത്തിലെ പ്രസിഡന്റുമാരും അതിൻ്റെ അവകാശികളെ പോയി നേരിട്ട് കണ്ടാൽ ഉസ്താദന്മാർക്ക് പെൻഷൻ അടക്കമുള്ളത് നമുക്ക് അവിടെ നിന്ന് കിട്ടും. പിന്നെ എന്തിനാ ഈ പൈസ മുഴുവനും ഇനി അവരുടെ ആ ഒരു സ്വത്തിലേക്ക് ആവാഹിച്ച് മാറ്റിയെടുക്കാൻ പോവാണ്. അതിനെതിരെയാണ് ഇവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. 27-28 കോടി മുസ്ലിമുകളുടെ ഇന്ത്യ രാജ്യത്ത് എത്ര പേര് വോട്ട് ചെയ്തു, എത്ര പേര് ഒപ്പിട്ടു, എത്ര പേര് സ്കാൻ ചെയ്തു? അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾക്ക് ഇതൊന്നും അല്ല നമ്മുടെ ലക്ഷ്യം. NRC പാസ്സാക്കാൻ പോയപ്പോൾ മുസ്ലിം സമുദായം എല്ലാവരും ഇറങ്ങി, മൊത്തം ഇറങ്ങി, ഒറ്റക്കെട്ട്. അവിടെ A ഗ്രൂപ്പില്ല, B ഗ്രൂപ്പില്ല, C ഇല്ല, P ഇല്ല, ഒന്നുമില്ല. എന്തെന്നറിയോ? വീടെല്ലാവരെയും പോവും, അവൻ്റെ സൂപ്പർ മാർക്കറ്റ് പോവും, അവൻ്റെ ഷോപ്പിംഗ് കോംപ്ലക്സ് പോവും, അവൻ്റെ കട പോവും. ആർക്കൊരു പ്രശ്നമാണ്. അവൻ്റെ വീടും സ്വത്തും എല്ലാം പോകുന്ന വേടി വന്നപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി. പക്ഷെ ഈ നിയമം വന്നപ്പോഴോ തലാഖിന്റെ പ്രശ്നം വന്നു. പ്രശ്നമില്ല, കല്ലി തലാഖ് വല്ലിയാലും ചൊല്ലിയില്ലെന്ത്, കല്ലിയല്ലി പോ, എൻ്റെ പണി നോക്കി പോ. വഖഫ് കിട്ടിയാലെന്ത്, കിട്ടിയില്ലെന്ത്, നിന്റെ പണി നോക്കി പോ. മറ്റേത് നിങ്ങളെ ഇവിടെ നാട് കടത്താൻ പോവാന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി. അത് പറ്റൂല, എൻ്റെ കുടുംബം, എൻ്റെ സ്വത്ത്, എൻ്റെ മുതലല്ല ഇവിടെ കിടക്കേണ്ട, നാട് കടത്താൻ പറ്റൂല. എന്തായിരുന്നു? അതുപോലെ ഒരു സമരം നമ്മൾ കേരളത്തിൽ നടത്തിയിട്ടുണ്ടോ? അറഫയിൽ നിന്ന് ആളുകൾ ഒഴുകുന്നത് പോലെയായിരുന്നു എറണാകുളത്തൊക്കെ ഇതിൻ്റെ സമരത്തിൽ ആളുകളുടെ ഒഴുക്ക്. ഇപ്പം എന്നാൽ വഖഫ് സ്വത്തിന് വേണ്ടി ആരിറങ്ങി? ഈ വഖഫ് സംരക്ഷണ റാലിക്ക് വേണ്ടി ആരിറങ്ങി? നമുക്കിതിൻ്റെ ഗൗരവം അറിയാത്തത് കൊണ്ടാണ് ഈ 1.5 ലക്ഷം കോടി നമുക്ക് തിന്നേണ്ടത്, നമ്മുടെ ഹക്കുകാരും അഹ്ലുകാരും കഴിക്കേണ്ടത്, നമ്മൾ സൂഹിക്കേണ്ടതുമാണ് നമ്മളിൽ നിന്ന് കൈവിടാൻ പോകുന്നത്, വിട്ടുപോകാൻ പോകുന്നത്. ശരീഅത്തിന്റെ ഓരോരോ നിയമങ്ങൾ മാറ്റി കൊണ്ടുപോയി. നമ്മളിത് വല്ല അറിഞ്ഞോ? അവസാനം ഓഹരി വെക്കലും നമുക്ക് കിട്ടേണ്ട ഓഹരികളും അതെല്ലാം മാറ്റപ്പെടും. അവസാനം മയ്യത്ത് സംസ്കരിക്കാൻ പാടില്ല, കത്തിക്കണമെന്ന നിയമം വരുമ്പോഴും നമ്മൾ മിണ്ടാതിരിക്കും. ആർക്കും ഒന്നും അതിനെക്കുറിച്ച് അറിയില്ല. അതുകൊണ്ട് നമ്മൾ ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞ് എൻ്റെ മുസ്ലിം സമുദായമേ പ്ലീസ് നിങ്ങളുടെ കൈയും കാലും പിടിക്കാം. നമ്മൾ ചെറിയ പ്രശ്നം പറഞ്ഞ് തമ്മിലടിച്ച് കോടതി കയറിയിറങ്ങി നടക്കാതെ നമ്മുടെ ശരീഅത്ത് നമുക്കെല്ലാവർക്കും ഉള്ളതാണ്. അതിന് മുജാഹിദായാലും ജമാഅത്ത് ഇസ്ലാമിയായാലും തബ്ലീഗ് ആയാലും സുന്നി ആയാലും ആരായാലും ശരീഅത്ത് എന്ന് പറയുന്നത് അത് നമ്മുടെ ഖൽബിൻ്റെ കാതലാണ്, നമ്മുടെ ജീവന്റെ തുടിപ്പാണ് ശരീഅത്ത് എന്ന് പറയുന്നത്. അതിനൊരു കോട്ടം വന്നാൽ അത് ഏത് ഗ്രൂപ്പായാലും നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റൂല. ശരീഅത്തിന്റെ സംരക്ഷണം പറഞ്ഞാൽ അങ്ങനെയാണ്. അതാണ് നമ്മൾ അധികാരത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരു സംഘടനയ്ക്ക് വേണ്ടിയിട്ടോ നമ്മൾ തമ്മിലടിക്കും. പക്ഷെ നമ്മുടെ ശരീഅത്തിനെ തകർക്കാൻ ഒരു വിഭാഗം പുറകിൽ നിന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവസാനം നമുക്ക് തൊപ്പി വെക്കാനോ ദാടി വെക്കാനോ ബാങ്ക് വിളിക്കാനോ ജുമുഅക്ക് ഒരുമിച്ച് കൂടാനോ പറ്റാത്ത ഒരു സാഹചര്യം വരും. അന്നേരം ഈ പരസ്പരം കടിച്ചു കീറിയ നമ്മുടെ സമുദായം അന്ന് ആക്ഷേപിക്കും അവർ, നമുക്ക് ഇതിനു വേണ്ടി ഇറങ്ങണ്ടായിരുന്നു, നമുക്ക് സമുദായത്തിന് വേണ്ടി ഇറങ്ങാമായിരുന്നു എന്നവർ ചിന്തിക്കും. നമ്മൾ ഇറങ്ങേണ്ടത് സമുദായത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ പോക്കറ്റ് നിറയ്ക്കാനോ എനിക്കൊരു കസേരയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങരുത്, സമുദായത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇറങ്ങത്തിറങ്ങ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഏത് പള്ളിയിൽ പോയാലും അടിയും വഴക്കും പ്രശ്നങ്ങളാണ്. ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയിലും അടിയും വഴക്കും. ഞാൻ പച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പേടിയൊന്നുമില്ല. എല്ലാവരും വിചാരിച്ച് ഇന്നത്തോടുകൂടി ഉസ്താദിൻ്റെ ജോലി പോയെന്ന്. എനിക്കവിടെ ജോലി പോകാൻ കല്ലിയ നമുക്കെന്ത് ജോലി പോകാൻ? എല്ലാ സ്ഥലങ്ങളിലും എല്ലാ മഹല്ലാത്തുകളിലും ഈ അടിയും വഴക്കും പ്രശ്നങ്ങളും കേസും വഴക്കാട്ട് അടക്കാണ്. എന്തിനാത്? എടാ, മുസ്ലിം സമുദായത്തെ മൊത്തം ഉന്മൂലനം ചെയ്യാൻ പണി അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഫിക്ർ കർനാദാ മുസീബത്ത് ആനെ വാലി ഹേ തെരി ബർബാദിയോങ്കി മശൂറേ ഹേ ആസ്മാനോ മേ. അല്ലാമ ഇക്ബാൽ പറഞ്ഞിട്ടാ പോയത്, ഫിക്ർ കർനാദാ മുസീബത്ത് ആനെ വാലി ഹേ. ഏ നാഥാ, ബുദ്ധിയില്ലാത്ത കഴുതേ, നമ്മളെ നോക്കിയിട്ട് വിളിക്കുക അല്ലാമ ഇക്ബാൽ. ഏ മുസ്ലിമേ, ബുദ്ധിയില്ലാത്തവനെ, ഫിക്ർ കർ, നീ ഒന്ന് ചിന്തിക്ക്. മുസീബത്ത് ആനെ വാലി ഹേ,
നിന്റെ നശീകരണത്തിനുള്ള മുസീബത്ത് ഇതാ കടന്നു വരാൻ പോവുകയാണ്. തെരി ബർബാദിയോങ്കി മശൂറേ ഹേ ആസ്മാനോ മേ. പരിപൂർണമായി നിന്നെ തുടച്ചു നീക്കാനുള്ള മശൂറ ആലോചനകൾ കേന്ദ്രത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നീ ഇന്നും ഒരു അധികാര കസേരയ്ക്ക് വേണ്ടി, പള്ളിക്ക് വേണ്ടി, പള്ളി കമ്മിറ്റിയിൽ കയറാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ചെറിയ ചെറിയ പ്രശ്നത്തിന് വേണ്ടി നീ നാട്ടിൽ തമ്മിലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. മുഴുവനും നിന്റെ മഹല്ലടക്കമുള്ളവരെ ഈ നാട്ടിൽ നിന്ന് എങ്ങനെ ഉന്മൂലനം ചെയ്യണമെന്ന് ഇതാ മശൂറ ആകാശലോകത്ത് നടക്കുകയാണ്. ഫിക്കർ കർനാദാ, ഏ ബുദ്ധിയില്ലാത്ത മുസ്ലിമേ, നീ ഒന്ന് ചിന്തിക്കടോ, ചിന്തിക്കടോ. അല്ലാമ ഇക്ബാൽ എത്ര ഗൗരവത്തോടെ അത് പഠിപ്പിച്ചിട്ട് പോയെന്നറിയോ? ഹബീബെ, ഒരു നിയമം വന്നാൽ അത് എല്ലാവർക്കും ബാധിക്കും. നമ്മൾ കരുതുന്ന പോലെ അല്ലല്ലോ. ഒരു നിയമം വന്നാൽ, മുസ്ലിം ശരീഅത്തിൽ ഒരു നിയമം നമുക്കെതിരെ വന്നാൽ അത് മൊത്തത്തിൽ ബാധിക്കും. ഇപ്പം 22 വയസ്സിൽ കല്യാണം പെണ്ണിനെ കട്ടിയാൽ 22 വയസ്സേ പറ്റുള്ളൂ. പിന്നെ നമുക്കെതിരെ ഒന്നും സുപ്രീം കോടതിയിൽ അവിടെ ഇവിടെ ഒന്നും ഒന്നും പറ്റൂല. അതുകൊണ്ട് ശരീഅത്തിന് വേണ്ടി നമ്മൾ രംഗത്ത് ഇറങ്ങ്. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വിട്, ഐക്യത്തോടെ നെല്ല്. നമുക്കതാ വേണ്ടത്. നിന്റെ മനസ്സിൽ നിനക്ക് ഇഷ്ടമുള്ളത് ഏതാണോ നീ അത് ചെയ്. എൻ്റെ ഒരു വീക്ഷണം അങ്ങനെയാണ് കേട്ടോ. നിനക്കിപ്പോൾ ഓതണം, നീ മൗലിദ് ഓത്, നീ ഓത്. എനിക്ക് മൗലിദ് ഇഷ്ടമില്ല, ഓതണ്ട. എൻ്റെ ഒരു വീക്ഷണം ഞാൻ പറയാണ്. നിനക്കിപ്പോൾ റാത്തി ഓതണോ, നീ ഓദിക്കോ. എനിക്ക് റാത്തി ഓതാൻ ഇഷ്ടമില്ല, നീ ഓതണ്ട. നിനക്ക് ഇത്തിരി ചാപ്പാട് വെച്ചിടണോ, വെച്ചോട്. എനിക്കത് വേണ്ട. അതിൻ്റെ പേരിൽ നമ്മുടെ ആ ഒരു രക്തബന്ധവും ആ ഒരു ഐക്യവും നമ്മുടെ ഒരു സാഹോദര്യവും നശിപ്പിക്കുന്നത് എന്തിന്? അതാണ് നമ്മൾ ചോദിക്കുന്നത്. ഓരോ സ്ഥലങ്ങളിലും നമ്മൾ പരസ്പരം കാണേണ്ടവരാണ്, നമ്മൾ ഒരുമിച്ച് മയ്യസ്കരിക്കേണ്ടവരാണ്, നമ്മൾ ഒരുമിച്ച് ഒരാളെ സഹായിക്കേണ്ടവരാണ്. എന്തിനാണ് വയനാട്ടുകാരെ നമ്മൾ സഹായിക്കുന്നത്? നമുക്കും വയനാടോട് എന്താ ബന്ധം? ഫലസ്തീൻകാരെ നമ്മൾ സഹായിച്ചു, നമ്മളും ഫലസ്തീൻകാരോട് എന്താ ബന്ധം? ഫലസ്തീനിൽ നമ്മൾ ദുആ ചെയ്യും, അല്ലാഹുവേ ഫലസ്തീനെ മക്കളെ രക്ഷിക്കുക. എന്താ നമ്മുടെ കൊച്ചപ്പാടെ മക്കൾ അവിടെ താമസിക്കുന്നുണ്ടോ? നമ്മുടെ മൂത്തുമാടെ മക്കൾ അവിടെ ഫലസ്തീനിൽ താമസിക്കുന്നുണ്ടോ? നമ്മുടെ അപ്പച്ചിയുടെ മോൻ അവിടെ, കഴിഞ്ഞ പ്രാവശ്യത്തെ വെടിയേറ്റ് എൻ്റെ അപ്പച്ചിയുടെ മോനാ മരിച്ചു പോയത് അവിടെ. ഇവിടുത്തെ ദുആ കേട്ടാൽ, നമ്മുടെ പറച്ചിൽ ഇവരുടെ ദുആ കേട്ടാൽ, ഫലസ്തീൻ്റെ മക്കൾ കൊണ്ട് ദുആ ഇരുന്നാൽ നമ്മുടെ എന്തോ ഒരു കുടുംബം അവിടെ താമസിക്കുന്നുണ്ട്, അവർ മരിച്ചു പോയതുപോലെയാണ്. നമ്മൾ എന്തുകൊണ്ട് അവർ കൊണ്ട് ദുആ ചെയ്തു? നമ്മുടെ ചോരയാണ് മുസ്ലിം ഉമ്മത്ത് ലോകത്തിന്റെ എവിടെയായാലും. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. ഒരു ദിവസം 27 പ്രാവശ്യം മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 27 പ്രാവശ്യം ഒരു ദിവസം. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ആര് ദുആ ചെയ്ത്? ഇന്ന് ദുആ ചെയ്ത, ഇന്ന് 27 പ്രാവശ്യം മുസ്ലിങ്ങളെ കൊണ്ട് ദുആ ചെയ്ത കൈപൊക്ക്. ഹദീസിലുള്ളതല്ലേ, ഞാൻ കാണിച്ചു തരാം. 27 പ്രാവശ്യം മുഅ്മിനീങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് വേണ്ടി ദുആ ഇറക്കണമെന്ന്. അതുകൊണ്ട് ഞാനിങ്ങനെ ചുമ്മാ വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോൾ അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന, ഞാനിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. യാത്രയിലൊക്കെ എല്ലാവരും മുഅ്മിനീങ്ങൾ നമ്മുടെ സഹോദരങ്ങളാണ്, നമ്മുടെ സഹോദരിമാരാണ്, നമ്മുടെ സഹോദരങ്ങളാണ്, നമ്മുടെ സഹോദരിമാർ. അവർക്ക് വേണ്ടി നമ്മൾ ദുആ ഇറക്കണം. എന്തിനാണ് ഖുത്ബ ഓതുമ്പോൾ മിമ്പറിൽ കയറി അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്, ജീവിച്ചിരിക്കുന്നവർക്കും അവരിൽ നിന്ന് മരിച്ചുപോയവർക്കും അല്ലാഹ് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഈ കിടക്കുന്ന പള്ളിയുടെ ഖബർസ്ഥാനിൽ കിടക്കുന്ന മുസ്ലിമീങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും ദുആ ചെയ്യുന്നവരാണ് നമ്മൾ. എല്ലാ വെള്ളിയാഴ്ചയും ദുആ ചെയ്യുന്നവരാണ് നമ്മൾ. ഒന്ന് ആലോചിച്ച് നോക്കിയ സുഹൃത്തുക്കളെ, അത്തഹിയാത്ത് ഓതുമ്പോൾ നമ്മൾ ദുആ ചെയ്യുന്നു, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരവായ റസൂലുള്ളാഹി തങ്ങളെ ഓർക്കാത്ത ഏതെങ്കിലും ഒരു മുസ്ലിം നമസ്കാരത്തിൽ അവൻ കൈകെട്ടുമോ? അല്ലാഹുവിന്റെ റസൂലിനെ ഓർക്കാത്ത ഒരു നമസ്കാരം ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഒരു മുസ്ലിം ഉണ്ടോ? ആ തഹയ്യാത്തിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് ചോദിക്കുന്ന ചോദ്യം, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. എല്ലാ സ്വാലിഹീങ്ങളായ നമ്മുടെ സദ്വൃത്തരായ നമ്മുടെ മക്കൾക്കും നമ്മുടെ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും അള്ളാന്റെ ഭാഗത്തു നിന്നുള്ള സലാമത്തും റഹ്മത്തും ഉണ്ടാകട്ടെ. ഇതെല്ലാം പള്ളിയിൽ നിന്ന് ദുആ ഇരുന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വേണം, ഇങ്ങോട്ട് വേടാ, അവൻ്റെ പള്ളിക്ക് പിടിക്കും, എൻ്റെ പടലേക്ക് പിടിക്കുന്നു. ഉസ്താദിനെ വാളെടുത്ത് വെട്ടാൻ പോന്ന്, മെമ്പറിൽ നിന്ന് തെള്ളിയിടുന്നു. ഇത് നടക്കുന്ന സംഭവമല്ലേ നമ്മുടെ കൗമുകളുടെ ഇടയിൽ? എല്ലായിടത്തും
ഈ പ്രസംഗിക്കാനൊന്നും എനിക്ക് സത്യത്തിൽ ഇപ്പം മൂടെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നല്ല, പ്രസംഗിച്ചിട്ട് കാര്യമില്ല, അടിയും വഴക്കുമല്ലേ. പിന്നെ എന്ത് കച്ചവടം ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിക്കണ്ടേ, ഹലാലായിട്ടൊരു ബിസിനസ് ചെയ്യണ്ടേ, കച്ചവടം ചെയ്യണ്ടേ. എന്തിനാ നമ്മളിപ്പോൾ ഒരു കച്ചവടത്തിന് പോയി പറയും, അയാൾ പ്രസംഗിച്ച് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് താണ്ട് ഇപ്പോൾ ബിസിനസ്സിനിറങ്ങി, ഇനിയിപ്പം പ്രസംഗമൊന്നും ഇല്ലാന്ന് വിചാരിക്കുക. അള്ളാൻ്റെ ഫضലുണ്ട്, അങ്ങനെയല്ല. പക്ഷേ ഈ പ്രസംഗിച്ചിട്ട് ഫായ്ദ ഇല്ലാതെ എനിക്ക് തോന്നുന്നു, വിഷമം. എല്ലാ പള്ളികളിലും മഹല്ലുകളിലും പ്രശ്നങ്ങൾ, കോടതികളിലെ പ്രശ്നങ്ങളാണ്. ഞങ്ങളുടെ പള്ളിയിലും പ്രശ്നം, നമ്മുടെ മഹല്ലിലും പ്രശ്നം, ജോലി ചെയ്യുന്നിടത്തും പ്രശ്നം. ഇപ്പോൾ ഒരു പള്ളിക്കാരനെ അടുത്ത 1-ാം തീയതി അതിനെ വിളിച്ചിരിക്കുക, അടിയോടടി, എന്നെ ഉസ്താദേ പറ്റത്തുള്ളൂ എന്ന് പ്രസംഗിക്കാൻ. അറിയപ്പെട്ട പള്ളിയാണ്, നമ്മുടെ വലിയ വലിയ മത നേതാക്കന്മാർ നേതൃത്വം കൊടുക്കുന്ന പള്ളിയാണ്. അതിന് ഞങ്ങൾ സെലക്ട് ചെയ്തതിന് ഉസ്താദിനെ കൊണ്ടേ പറ്റുള്ളെന്ന് വിളിച്ചേക്കാം. 1-ാം തീയതി പ്രസംഗത്തിന് വിളിച്ചേക്കാണ് പള്ളിയിൽ. ഇത് പറയാനല്ലേ നമ്മളെ കൊണ്ട് പറ്റൂ ഹബീബേ, പറയാനല്ലേ പറ്റൂ. എന്തിനാ ഇതിനു വേണ്ടി ലക്ഷങ്ങൾ? ഇപ്പം ഞങ്ങളുടെ പള്ളിയിൽ പ്രശ്നങ്ങളുണ്ടാക്കി, ഭരണപക്ഷം 30 ലക്ഷം ചിലവാക്കി, പ്രതിപക്ഷം 20 ലക്ഷം ചിലവാക്കി, 1/2 കോടി രൂപ അഡ്വക്കേറ്റന്മാർ കൊണ്ടുപോയെത്തുന്നു. അവന്മാർ മാറ്റി വയ്ക്കും, അടുത്ത മാസം ഫുലൂസ്. പറച്ചവനെ ഒരു ഫാത്തി അങ്ങനെ മാറ്റി വയ്ക്കാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് 500 മേടിച്ചിട്ട് അടുത്ത പ്രാവശ്യം വീണ്ടും 500 മേടിക്കാമായിരുന്നു, വീണ്ടും അടുത്ത ആഴ്ച 500 മേടിക്കാം. പറ്റുമോ? ഫാത്തിയക്കല്ല പൈസ തരും അവന്മാർ. അള്ളാഹ് പോലും ഒരായത്തിന് 10 വെച്ച് തരും. അള്ളാഹു ഒരായത്തിന് അലിഫ്ലാമീം നോദിയ അള്ളാഹ് നമുക്ക് 30 രൂപ വരും. നമ്മൾ അലിഫ്ലാമീം നോദിയ എത്ര രൂപ വരും? പണ്ട് നമ്മുടെ ശേഖ് 3 ഖത്ത്, എനിക്കിപ്പോഴും ഓർമ്മ വരും. പണ്ട് കഷ്ടപ്പെട്ട ആൾ സൈക്കിളിൽ പോയിട്ട് ഒരു വീട്ടിൽ ഇരുന്ന് യാത്ര ചെയ്ത് വെയിലത്ത് പോയി 3 ഖത്ത് ഓതി. ആർക്കോ വേണ്ടി 75 രൂപ കൊടുത്ത്. എടാ, ഒരു ജുസുവിന് 1 രൂപയെങ്കിലും വെച്ച് കൊടുത്തൂടെ? ഒരു 90 രൂപ, 1 രൂപ വെച്ച് ഒരു ജ്യൂസിന് കൊടുത്തൂടെ? 90 രൂപ കൊടുത്തൂടെ? ഞാനത് പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒന്ന് കയറിട്ട് കിട്ടും. ഇപ്പോഴല്ല, 10-20 വർഷം മുമ്പാണ്. ഞാൻ ഇവിടുത്തെ കരുനാപ്പള്ളി പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് വിഷമത്തോടെ എന്ന് പറഞ്ഞു, ഓ ഉസ്താദെ എന്തോ മാറി, ഞാൻ എന്ത് സൈക്കിളിൽ ചവിട്ടി, ഞാൻ പോയിട്ട് ഞാൻ സൈക്കിൾ ചവിട്ടി ഉസ്താദെ, ഈ ഉച്ച സമയത്ത് ഞാനിങ്ങനെ പോയിട്ട് എനിക്ക് ആകാശത്തോട്ട് നോക്കിയിട്ട് അല്ലാ, അത് എൻ്റെ കുടുംബത്തിലോട്ട് 3 ഖത്തും കൂടെ തിരിച്ചു വിട്ടാറ്. അല്ല, 1 രൂപ ഇല്ലാതെ പോയല്ലോ, 1 രൂപ ഒരു ജ്യൂസിന് വില ഇല്ലാതെ പോയല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം അത് നേരിട്ടുള്ള എനിക്കിപ്പോൾ ഓർമ്മ. ഞാൻ പല സ്ഥലത്ത് പ്രസംഗിച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ട് അദ്ദേഹത്തെ എവിടെ വെച്ച് തന്നെ എനിക്ക് കിട്ടിയത്. അല്ല, കുഴപ്പമില്ല, ഇനി നല്ല കൂടുതൽ കിട്ടും ഇൻഷാ അല്ലാഹ്. ഈ കൂടുതൽ കൊടുത്തെങ്കിലേ ദുആ മുകളിലോട്ട് നമ്മൾ വിടുകയുള്ളൂ. കുറഞ്ഞ നേരെ എൻ്റെ വാപ്പാടെ ഖബറിലോട്ട് പോട്ടെ എന്ന് പറയും. അങ്ങോട്ട് അതൊന്നും കുഴപ്പമില്ല. അന്ന് ആൾക്കാരതൊന്നും വലിയ വിഷയമൊന്നുമില്ല. അതൊക്കെ ഇത് കേൾക്കാനൊക്കെ ഇൻട്രസ്റ്റ് സുഖമാണല്ലേ എന്ന് പറഞ്ഞ് പിരിച്ചു വിട്ടേക്കല്ലേ ഉസ്താദങ്ങൾ. ഞങ്ങൾ സുഹൃത്തുക്കൾ അന്നിങ്ങനെ പറഞ്ഞാണ്, എവിടെ പോയപ്പോൾ കൂട്ടത്തിൽ ഓരോരോ അന്നത്തെ 20 വർഷം മുമ്പല്ലേ, അൽഹംദുലില്ലാഹ്, ഷാജി ഇല്ലയോ, അദ്ദേഹത്തെ അടുത്ത് വേറൊരാൾ പറഞ്ഞാണ്, ഖൈർ എന്തുവാകട്ടെ അൽഹംദുലില്ലാഹ്, എന്തായാലും അതിനൊക്കെ ഒരു വിലയുണ്ട്, എന്തുവാകട്ടെ ബഹുമാനോടെ സാധനമാണ്. നമ്മളാ പൈസകൾ ബൈത്തുൽ മാലിൻ്റെ പണമാണ്, പ്ലീസ്, ബൈത്തുൽ മാലിൻ്റെ പൈസയാണ്. നമ്മളത് കേസിന് വഴി എന്തിന്, അതുകൊണ്ട് എന്ത് ഫായ്ദകൾ നമുക്ക് കിട്ടും, അതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമുക്കതുകൊണ്ട് എന്ത് ഫായ്ദ ഉണ്ട്, എന്ത് ഗുണമുണ്ട്. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ എത്രയോ പാവപ്പെട്ടവർക്ക്, വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്ക്, സാധുക്കളെ സഹായിക്കാൻ നോക്ക്, അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്ക്. രോഗികളുണ്ട്, വിധവകളുണ്ട്, മക്കൾ പഠിക്കാൻ തയ്യാറാണ് പക്ഷെ പഠിപ്പിക്കാൻ സാമ്പത്തികമില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്. ആ പണം നിങ്ങൾ അവർക്ക് വേണ്ടി ചെലവാക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് ആ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ നടത്തിയിരുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിധവകളോടൊപ്പം നടന്നിരുന്നു, അവരെ സംരക്ഷിക്കാൻ, അനാഥ മക്കളെ സഹായിക്കാൻ പണിയെടുത്തിരുന്നു. പാവപ്പെട്ടവരോടൊപ്പം അള്ളാഹുവിൻ്റെ റസൂൽ ഭക്ഷണം കഴിച്ചിരുന്നു, അവർക്ക് വേണ്ടിയാണ് ജീവിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. യത്തീമായിട്ട് ജനിച്ചെങ്കിൽ ലോകത്ത് യത്തീമിന്റെ മഹത്വം എന്തെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. റമളാനിൽ കൈയഴിച്ച് അല്ലാഹുവിന്റെ റസൂല് സാധുക്കൾക്ക് വേണ്ടി സഹായം ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു സഹായം നമുക്ക് ചെയ്തുകൂടെ? വീടില്ലാത്ത എത്രയോ പേരുണ്ട്,
കാദൽ കുഫ്റു കാദൽ ഫഖ്റു യകൂനു കുഫ്റ. നബി തങ്ങൾ ഒരു ഹദീസിൽ പറഞ്ഞൊരു വാക്കാണ്, ദാരിദ്ര്യത്തിന്റെ പേരിൽ പട്ടിണിയുടെ പേരിൽ നമ്മുടെ മക്കൾ ശിർക്കിലേക്ക് പോകും, നമ്മുടെ മക്കൾ കുഫ്റിലേക്ക് പോകും, ഉറപ്പാണ്. എനിക്കറിയാം, എന്നോട് എത്ര സഹോദരിമാർ പറഞ്ഞു, ഉസ്താദേ ക്രിസ്ത്യാനി ആലയത്തിൽ നിന്ന് ഒരുപാട് പേര് ഞങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞു. നമ്മുടെ മഹല്ലിൽപ്പെട്ട നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒരാൾ പോലും ഞങ്ങൾ ഇവിടെ പട്ടിണി കിടന്നിട്ട് സഹായിക്കാമെന്ന് പറഞ്ഞില്ല. പടച്ചവനെ, അള്ളാഹ് അവരോട് ചോദിക്കൂല, ഉസ്താദേ ക്രിസ്ത്യാനികളായി ഞങ്ങൾ മാറാൻ പോവുകയാണ്, നിങ്ങളെ പോലുള്ള ഉസ്താദന്മാർ നാളെ അള്ളാഹുവിന്റെ മുന്നിൽ സമാധാനം പറയണം. എൻ്റെ കൽബ് പൊട്ടിപ്പോയി. എന്നോട് വിളിച്ചു പറഞ്ഞിട്ട് വാക്കാണ്, ഇടുക്കി ജില്ലയിൽ എൻ്റെ കൽബ് പൊട്ടിപ്പോയി. നമ്മളെ കൊണ്ട് ഇങ്ങനെ പ്രസംഗിക്കാനേ പറ്റുള്ളൂ, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പോയി ഇതിനൊരു സഹായം എടുത്താൽ പറയും, ഇനിയിപ്പോൾ അയാളും ചാരിറ്റി തുടങ്ങിയെന്ന് പറയും, അടിച്ചു മാറ്റം അയാളും ചാരിറ്റി തുടങ്ങിയെന്ന് പറയും. നമ്മുടെ സമുദായം ഗതിയില്ലാത്തത് കൊണ്ട്, തിന്നാൻ വഴിയില്ലാത്തത് കൊണ്ട്, വീടില്ലാത്തത് കൊണ്ട് ക്രിസ്ത്യാനികൾ വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു, ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞു, മക്കൾക്ക് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു. എന്താ ഒരേ ഒരു ഡിമാൻഡ്? ഈശോ മീശയ്ക്ക് സ്തുതിയായിരിക്കണം, ഇങ്ങോട്ട് പറയണം. ഇത്രയേ ഉള്ളൂ. നബി തങ്ങൾ പറഞ്ഞ ഹദീസ് അപ്പോഴാ ഓർമ്മ വരുന്നത്, ഖാദൽ ഫഖ്റു യകൂനു കുഫ്റ. ഒരാൾക്ക് ദാരിദ്ര്യം വന്നാൽ അവൻ കുഫ്റിനെ ഇഷ്ടപ്പെടുന്നു പറഞ്ഞാൽ അവിടെ പൈസ കിട്ടുമോ? ശരി, ഞാൻ അങ്ങോട്ട് വരാം, ഞാൻ അതിനും തയ്യാറാണ്. നമ്മുടെ സമുദായം ഷിർക്കിലേക്കും കുഫ്റിലേക്കും പോകുന്നതിൽ നിന്ന് പിടിച്ചു നിർത്താൻ ഈ പണം നമുക്ക് ചെലവ് ചെയ്തുകൂടെ? എന്തിനാണ് നമ്മൾ ഈ വക്കീലന്മാർക്കും ഈ അഡ്വക്കേറ്റന്മാർക്കും ഈ കോടതിയിലൊക്കെ നമ്മൾ എന്തിനാണ് നമ്മുടെ ഈ ഹക്കായ പൈസ കൊണ്ടുപോയി കൊടുക്കുന്നത്? ഇതുകൊണ്ട് എന്ത് ഗുണമാണ് നമുക്ക്? ഈ പള്ളിയിൽ ഒരു 10 വർഷം 2 വർഷം 5 വർഷം ഈ പള്ളിയിൽ ഒരു കസേര കിട്ടിയത് കൊണ്ട് നമുക്കെന്ത് പുണ്യം കിട്ടാനാണ്? നാളെ അള്ളാൻ്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ കുത്തുകൊള്ളേണ്ടത് കമ്മിറ്റിക്കാരാണ്. ചിരിക്കണ്ട, ഏറ്റവും കൂടുതൽ അള്ളാൻ്റെ അടുക്കൽ കുത്തുകൊള്ളേണ്ടത് കമ്മിറ്റിക്കാരാണ്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരു പള്ളിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തവരെ നടത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാന്റെ അടുത്ത കസേരയിൽ ഇതേപോലെ അവർക്ക് അടുത്തിരിക്കാം. ഇനി ആ മഹല്ലത്തിൽ അവരാ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് വല്ല വീഴ്ചകളോ അപാകതകളോ അവരവിടെ നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ബൈത്തുൽ മാലിൽ നിന്ന് 1 രൂപ ആ ബൈത്തുൽ മാലിന്റെ പൈസയിൽ നിന്ന് തിരിമറി നടത്തുകയോ അത് മറ്റു കച്ചവടത്തിലേക്കിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും റോൾ ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം ജഗദീശ്വരനായ തമ്പുരാൻ കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്. അവൻ നാളെ നിങ്ങളെ പിടിച്ച് കെട്ടിയിട്ടിട്ട് നിങ്ങളുടെ മലദ്വാരത്തിലൂടെ വലിയ കമ്പി കയറ്റുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. യുൻസബു ഇൻദസ്തിഹി, അവന്റെ മലദ്വാരത്തിൽ കൂടെ വലിയ കമുങ്ങിന്റെ കൂട്ടുള്ള കമ്പി കയറ്റിവിടും. ഒരു സുഖവും കാണൂല. ഇവിടെ എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ തന്നെ കിടന്ന് വിളിച്ചു പോവുകയാണ്. കൊളോണോസ്കോപ്പി ചെയ്യുമ്പോൾ അവൻ്റെ വേദന അവനറിയാം. പിന്നെയാണ് വലിയ കമുങ്ങിൻ്റെ കൂട്ടുള്ള സാധനം കയറ്റുമ്പോൾ അവസ്ഥ. ഓർത്തോ രാത്രി വീട്ടിൽ പോയി കിടന്നിട്ട് മുന്നോട്ട് പോകണോ അതോ രാജി വെക്കണോന്ന്? അതാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ വിചാരിക്കും ഇവിടെ കയറിയ പള്ളിയിൽ കയറി കഴിഞ്ഞാൽ റാഹത്ത് അൽഹംദുലില്ലാ, നമ്മുടെ കോഴിയുള്ള പള്ളിയിലെ പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞാൽ ആരാ, സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ ആരാ ഇല്ലേ, ഒരു ഭയങ്കര റാഹത്തായിരിക്കും, പേരും പ്രശസ്തിയൊക്കെ ഉണ്ടെന്ന് വിചാരിക്കും. അള്ളാഹു നല്ല രീതിയിൽ അള്ളാൻ്റെ പൊരുത്തത്തിൽ മുന്നോട്ട് തൗഫീഖ് തരട്ടെ. നമുക്കതാണ് നമ്മുടെ ആഗ്രഹം. എവിടെ ആയാലും ആരായാലും നമ്മുടെ കൗമാണ്, നമ്മുടെ സമുദായത്തിന് വേണ്ടി സേവനം ചെയ്യാനുള്ളവരാണ് ആളുകൾ തിരഞ്ഞെടുത്തവരാണെങ്കിൽ അവർക്ക് നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ജനങ്ങൾ ഓരോ വർഷം തോറും അങ്ങനെയാണല്ലോ, മാറി ഓരോരുത്തർ അടുത്തോറും ഈ പ്രാവശ്യം ഇരിക്കുന്നവർ അടുത്ത. കേരളത്തിൻ്റെ ചരിത്രം അങ്ങനെയാണല്ലോ. ആദ്യമായിട്ടാണ് നമ്മുടെ ഈ സർക്കാർ ഇങ്ങനെ വന്നത്. അതെന്തുകൊണ്ടാണ്? കോൺഗ്രസ്സുകാരെ അടി തീരാത്തത് കൊണ്ടാണ്. അന്ന് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തില്ല, ആരെയും തിരഞ്ഞെടുത്തില്ല, അടിയോടടി. അതുകൊണ്ട് ജനങ്ങളും വിചാരിച്ചു ഇവന്മാരെ കൊണ്ട് നടക്കത്തില്ല, ഇങ്ങോട്ട് തന്നെ കുത്തിയേക്കാന്ന്. അങ്ങനെയാണ്. അല്ല, കേരളത്തിൽ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും 5 വർഷം അവർക്ക് 5 വർഷം ഇങ്ങനെ മാറ്റി കൊടുക്കുന്ന ഒരു സമീപനമാണ് കേരളത്തിൽ എല്ലാവർക്കും ഉള്ളത്. അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം. അല്ല കോൺഗ്രസ്സുകാരനായതുകൊണ്ടോ കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടോ ഒന്നല്ല. അതുകൊണ്ട് നമ്മളത് ചിന്തിക്കണം. ആരെങ്കിലും അല്ലാഹു തആല ഞങ്ങളെ ഏൽപ്പിച്ചു, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഖിദ്മത്ത് ചെയ്തു, ഇപ്പം ഞങ്ങൾ മാറി അടുത്ത ആളിനെ അല്ലാഹ് ഏൽപ്പിച്ചു, ഇനി അവർ ചെയ്യട്ടെ, നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം നമുക്ക് ചെയ്യാം. അതല്ലേ ഒരു മാന്യത. എല്ലായിടത്തും അങ്ങനെയല്ലേ വേണ്ടത്. അതല്ലാതെ വെറുതെ പിന്നെ കേസും വഴക്കും ഒക്കെ പോയിട്ട് അടിയും വഴക്കും ഒക്കെ ഉണ്ടാക്കി ഏത് കാലത്ത് ഹബീബ ഇത് ഒരു പരിഹാരം കാണാൻ പറ്റും? 1.5 വർഷം എന്തോ ആയി ഞങ്ങളുടെ പള്ളിയിൽ ഈ കേസ്. 1.5 വർഷം, 1 ലക്ഷം രൂപ, 1 കോടി രൂപയ്ക്ക് മുകളിൽ ചിലവായെന്ന്. ഇതൊക്കെ ആരും അള്ളാൻ്റെ അടുക്കൽ പോയി പറയും ഇതൊക്കെ പരിഹാരം? അള്ളാഹ് പേടിയില്ലേ? നമ്മുടെ ബൈത്തുൽ മാൽ നമ്മുടെ മക്കൾ തിന്നേണ്ട പൈസ അല്ലേ ഈ പോകുന്നത്? വക്കീലന്മാർക്ക് ഒരു കമ്മിറ്റിക്ക് ഒരു ഇതിന് ഹിയറിങ്ങിന് വിളിക്കുമ്പോൾ എത്ര ലക്ഷം രൂപ കൊടുക്കണം? ഒരു വക്കീലിന് 2 ലക്ഷം 3 ലക്ഷം രൂപ കൊടുക്കണ്ടേ?
ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മൾ ബൈത്തുൽ മാലിന്റെ പണമല്ലേ, അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യരുത് ആരും. ഇതൊക്കെ പറയേണ്ട ഹക്ക് ബാധ്യത എനിക്കാണ്. നിങ്ങൾ ഇനി പ്രസംഗത്തിന് വിളിച്ചാലും വിളിച്ചില്ലേ എനിക്ക് പ്രശ്നമൊന്നുമില്ല. എൻ്റെ പള്ളിയിൽ തന്നെ ഞാൻ വിളിച്ചു പറയും, എനിക്ക് പിന്നെ വേറെ എന്താ പ്രശ്നം? നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഓതിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഒരിക്കൽ അബൂദർ റളിയല്ലാഹു തആല അൻഹു നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് അലാ തസ്തഅമിലുനി, എന്നെ പള്ളിയുടെ പ്രസിഡന്റ് ആക്കുവോ നബിയെ പ്ലീസ്. അബൂദർ റളിയല്ലാഹു തആല അൻഹു, പ്രസിഡന്റിന് വിഷമമൊന്നും ഇല്ലല്ലോ, ഇല്ലയോ? അല്ല കണ്ണുനീരൊക്കെ വരുന്നു, പടച്ചവനെ റബ്ബേ, അല്ല അള്ളാഹു നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ, നിങ്ങൾക്ക് നല്ല രീതി, അല്ല അള്ളാഹ് പടച്ചവനെ ആഖിറത്തിൽ പിടിച്ചതിന് ആ പേടി കൊണ്ട് കരയുന്നതായിരിക്കും. അത് ഈമാൻ്റെ ലക്ഷണമാണ്, ഇല്ലയോ? അത് ഈമാൻ. കാരണം അങ്ങനെയാണ്. പടച്ചവനെ ഞാൻ ഇതിൻ്റെ ഉത്തരവാദിത്തം 35 പേരുടെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തിട്ട് അവസാനം എന്നെ എല്ലാവരെയും കൂടെ ഒറ്റയ്ക്കാക്കിയിട്ട് മുങ്ങിക്കളയോ പടച്ചവനെ. അപ്പോൾ ആ ഒരു വിഷമം കണ്ണുനീർ, അത് റാഹത്ത്. അള്ളാഹുട്ടുള്ളൊരു ബന്ധം അതാണ്. ഈമാനെ കുറിച്ച് പടച്ചവനെ എന്നെക്കുറിച്ചാണല്ലോ ഈ പറയുന്നത്, അത് നല്ലതാ, അത് ഈമാൻ്റെ അടയാളാണ്. അബൂദർ റളിയല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു, അലാ തസ്തഅമിലുനി, എന്നെ ഒന്ന് പള്ളിയുടെ പ്രസിഡന്റ് ആക്കുവോ റസൂലേ. ഫളറബനി അലാ മൻകിബി, മോനെ ഇങ്ങനെയാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം അതാണ്. അബൂദർ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ അബൂദർ റളിയല്ലാഹു തആല പറയാ, ഫളറബനി അലാ മൻകിബി, എൻ്റെ തോളിൽ തട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, യാ അബൂദർ ഇന്നക ലഈഫുൻ വ ഇന്നഹാ അമാനത്തുൻ, നീ ബലഹീനനാണ്, ഈ സ്ഥാപനം ഉണ്ടല്ലോ ഇത് അമാനത്താണ് അള്ളാന്റെ അടുക്കൽ, ഇതിന് സമാധാനം പറയണം. ഇല്ലാ മൻ അഖദ ബിഹഖിഹാ വഅദ്ദല്ലാഹു അല്ലദി അലൈഹാ, ഇതിനോടുള്ള ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തിയാൽ നാളെ അള്ളാഹുവിൻ്റെ മുന്നിൽ നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂല. പക്ഷേ നിന്റെ ഒരു പ്രവൃത്തിയും നിന്റെ വീക്ഷണത്തിലും നിനക്ക് ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റൂല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇതിൽ നിന്ന് നീ ഒഴിവാവലാണ് നിനക്ക് നല്ലത്. ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നക ലഈഫുൻ വ ഇന്നഹാ അമാനത്തുൻ, അത് അമാനത്താണ് ഈ പള്ളി. അതുകൊണ്ട് 2 റക്അത്ത് രാവിലെ സുബഹി നിസ്കരിച്ച് 2 റക്അത്ത് ദുആയി ചെയ്തിട്ട് വേണം പള്ളിയുടെ കമ്മിറ്റി ഓഫീസിൽ കയറാൻ. അല്ലാഹ് ഈ എത്ര വർഷം? 5 വർഷവും. ഇപ്പം നിങ്ങൾ കയറിയിട്ട് എത്ര വർഷമായി? പുതിയ കമ്മിറ്റിയാണോ? 4 മാസമേ ആയുള്ളൂ. ഓ ഇനിയും കിടപ്പുണ്ട്. അല്ലാഹുവേ ഞങ്ങളെ ഒരു ദോഷം പേര് നീ വരുത്തല്ലേ പടച്ചവനെ. സന്തോഷമായിട്ട് നിൻ്റെ പൊരുത്തത്തിൽ അള്ളാഹു ജമാഅത്ത് അംഗങ്ങളെ എല്ലാം കൂട്ടി ഇണക്കിക്കൊണ്ട് സന്തോഷമായ രീതിയിൽ മുന്നോട്ട് പോകാൻ തൗഫീഖ് തരണേ. അതാണ്, അതുമാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ തന്നെ ആക്കട്ടെ. അങ്ങനെ ജനങ്ങൾ ഇഷ്ടപ്പെട്ട അടുത്ത വർഷവും നിങ്ങൾക്ക് വീണ്ടും വരാം, ഇല്ലയോ ഉസ്താദേ? അതാണ് ജനങ്ങൾ നിങ്ങളെ തിരഞ്ഞെടുക്കണം, അതാണ് വേണ്ടത്. ഇപ്പം എന്താ ഇവിടെ പകുതിയാന്ന് തോന്നുന്നില്ലേ? 35 അങ്ങനെ കണ്ട് എത്ര 70 പേരാ ഇവിടെ, 70 കൗൺസിൽ അംഗങ്ങൾ. അയ്യോ, ഞങ്ങളുടെ പള്ളിയിൽ പോലും 40 ഉള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മ ചെയ്യാൻ, എല്ലാവർക്കും ഒരുമിച്ച് നന്മ ചെയ്യാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. നമ്മുടെ ഈ ജമാഅത്തിനെ അള്ളാഹു ഉയർത്തുമാറാകട്ടെ. നമ്മുടെ എല്ലാ ജമാഅത്തുകളിലെയും പ്രശ്നങ്ങൾ അള്ളാഹു ഹബീബായ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് എത്രയും വേഗം അള്ളാഹു സുൽഹിലാക്കി തരുമാറാകട്ടെ. നമുക്ക് ഭയങ്കര വിഷമമുണ്ട് പള്ളിയിൽ ജോലി ചെയ്യാൻ. ഓരോ പള്ളികളിലും ഇത് കാണുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. ഉസ്താദന്മാർ പ്രസംഗിച്ചിട്ടൊന്നും വലിയ ഫായതയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഞാൻ പറഞ്ഞുതരാം. യഅതി അലന്നാസി സമാൻ, ഒരു കാലഘട്ടം എൻ്റെ സമുദായത്തിൻ്റെ മേൽ സംജാതമാകും. ലാ യുത്തബഉ ഫീഹിമൽ ആലിമു, ആലിമീങ്ങളെ അന്ന് ജനങ്ങൾ അംഗീകരിക്കൂല, ഉലമാക്കൾ പറയുന്നത് ജനങ്ങൾ കേൾക്കൂല. അങ്ങനെ ഒരു കാലം വരാതെ ലോകം അസ്തമിക്കൂല എന്ന് ഹബീബായ ഷഫിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉണ്ടോ ഉസ്താദ്മാർ പറഞ്ഞാൽ കേൾക്കൂല. ഇപ്പോൾ പള്ളിയിൽ അടിയുണ്ടെന്ന് വെച്ചാൽ ജുമാ കഴിഞ്ഞിട്ട് ഉസ്താദ് എന്ത് ചെയ്യും? പെട്ടെന്ന് റൂമിൽ കയറിയിരിക്കും. നമ്മളൊന്നും പറഞ്ഞാൽ കേൾക്കൂല. എൻ്റെ പൊന്നു ഹബീബേ, ഞാൻ അങ്ങനെയാണ്. ഞാൻ നേരെ, നമുക്ക് കറക്റ്റ് മെഹ്റാബിൻ്റെ പിറകിലൂടെ റൂമിൽ വാതിലുണ്ട്, നേരെ അതിനകത്തോട്ട് കയറി അങ്ങ് പോകും. കാരണം പറഞ്ഞാൽ തീരൂല. പിന്നെ ഓരോരുത്തരും വായിന്ന് വരുന്ന വാക്കുകളെ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റൂല. ഒരു ആലിമ് പറഞ്ഞാൽ, ഉസ്താദ് പറഞ്ഞാൽ കേൾക്കൂലല്ലോ ഈ സമുദായം. അങ്ങനെ കേൾക്കാതെ വരുമ്പോൾ നമ്മൾ അവിടെ നിന്ന് മാറിപ്പോവുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഞാനൊരു 8-9 മാസം ഞാൻ പള്ളിയിൽ നിന്ന് മാറി നിന്നു. ഒന്ന് കെട്ടടങ്ങി സമാധാനമായിട്ടൊരു യോജിക്കട്ടെ എന്ന്. പിന്നെ ഇപ്പം കേസും വഴക്കാകുമ്പോൾ ഉസ്താദ് വന്ന് ഉസ്താദിൻ്റെ ഖിദ്മത്തെടുത്തോന്ന് ഇരുകൂട്ടരും പറഞ്ഞുകൊണ്ടാണ് തൽക്കാലം വീണ്ടും ഞാൻ ആ പള്ളിയിലേക്ക് പോയത്. ഭയങ്കര വിഷമമുണ്ട് സുഹൃത്തുക്കളെ. അള്ളാഹു നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മക്കളെ നന്നാക്കിയിട്ട്, നിങ്ങളുടെ ഇതൊക്കെ കാണുമ്പോൾ ഭാവിയിൽ വരുന്ന നമ്മുടെ മക്കൾ നിങ്ങൾക്ക് നാളെ എതിരായിട്ട് വളർന്നു വരും.
നമ്മുടെ മക്കൾ നമുക്ക് നാളെ സ്വർഗത്തിൽ കിട്ടേണ്ട സന്താനമാണ്. അതുകൊണ്ടാണ് പ്രവാചകന്മാരുടെ ദുആ വജ്നുബിനി വബനിയ അൻ നഅബുദൽ അസ്നാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആയും അതായിരുന്നു, അല്ലാ എൻ്റെ മക്കളെ നീ ബിംബ ആരാധകരിൽ പെടുത്തല്ലേ അല്ലാ. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തില്ലേ, റബ്ബി ഹബ്ലി മിൻ ലദുങ്ക ദുർരിയതൻ ത്വയ്യിബ ഇന്നക സമീഉദ് ദുആ. അല്ലാഹുവേ നിന്റെ ഭാഗത്ത് നിന്ന് ഒരു കുഞ്ഞിനെ നൽകണേ അല്ലാ. വജ്അൽഹു റബ്ബി റളിയ, ആ കുട്ടിയെ നീ ഇഷ്ടപ്പെടണമേ റബ്ബേ. നീ പൊരുത്തപ്പെട്ട തൃപ്തിപ്പെട്ട കുട്ടിയെ നീ നൽകണേ അല്ലാ. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വർഷങ്ങളായി മക്കളില്ല, 80 വർഷത്തോളമായി. അതേപോലെ ഇബ്രാഹിം നബിയും അങ്ങനെ തന്നെയായി. യാ റബ്ബി പടച്ചവരെ, ഇന്നി വഹനൽ അൽമു മിന്നി വസ്തഅല റസു വലം അകും ബിദുആഇ റബ്ബി ശഖിയാ. അല്ലാ എൻ്റെ മുടിയൊക്കെ നരച്ചുപോയി പടച്ച റബ്ബേ, എൻ്റെ രോമകൂമങ്ങളെല്ലാം നരച്ചുപോയി അല്ലാ, എൻ്റെ എല്ലുകളെല്ലാം പൊടിയാൻ തുടങ്ങി റബ്ബേ. എൻ്റെ ഭാര്യയോ പ്രസവിക്കാത്തവളുവാണ് അല്ലാ, പക്ഷേ എനിക്കൊരാഗ്രഹം, ഒരു കുഞ്ഞിനെ നീ തരണം പടച്ചവനെ. വലം അകും ബിദുആഇ റബ്ബി ശഖിയാ, നിന്നോട് ചെയ്യുന്ന ദുആയിൽ നിന്ന് ഞാൻ പുറകോട്ട് പോകൂല അല്ലാ. എനിക്ക് നീ ഒരു കുട്ടിയെ തന്നിട്ടല്ലാതെ ഞാൻ തൃപ്തിപ്പെടൂല അല്ലാ. അള്ളാഹുവിനോട് ബഹുമാനപ്പെട്ട സക്കരിയ ദുആ ചെയ്തു, വർഷങ്ങളായി ദുആ ചെയ്തു. ചോദിച്ച ചോദ്യമൊക്കെ എന്താ? നിങ്ങൾ ഖുർആന്റെ പല ഭാഗം എടുത്തു നോക്കി. ആണിനെത്താ പെണ്ണിനെത്താ എന്ന് ആരും ചോദിച്ചിട്ടില്ല. ദാവൂദിന് ഒരു തഫ്സീറിൽ ഞാൻ വായിച്ചതാണ്, ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ആൺകുട്ടിക്ക് വേണ്ടി ദുആ ചെയ്തു. ഒരാൺകുട്ടിയെ താ അല്ലാഹ് എന്ന് പറഞ്ഞ് ദുആ ചെയ്തു, ഒരാൺകുട്ടിയെ. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആ മാനിച്ച് അല്ലാഹു തആല ആൺകുട്ടിയെ കൊടുത്തു. ആ ആൺകുട്ടി വളർന്നു വന്നപ്പോ സ്വന്തം വാപ്പാക്ക് എതിരെ പ്രവർത്തിക്കാൻ തുടങ്ങി. വാപ്പാക്കെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങി. ആൺകുട്ടിയെ വേണ്ടി ചോദിച്ചു, ആൺകുട്ടിയെ താ വാപ്പാക്കെതിരെ. അവസാനം എത്രത്തോളം എന്ന് വെച്ചാൽ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു ജനങ്ങളോട്, ജനങ്ങളെ, എൻ്റെ മോനെ ഒന്ന് കൈകാര്യം ചെയ്തു തരാമെങ്കിൽ അവർക്ക് ഞാൻ പാരിതോഷികം നൽകാം. പട്ടാളത്തോട് പോലും പറഞ്ഞു എൻ്റെ മോനെ കൈകാര്യം ചെയ്യാൻ, പട്ടാളത്തോട് പോലും പറഞ്ഞു. പക്ഷെ അത് അല്ലാഹ് പരീക്ഷിച്ചതാണ്. ആൺകുട്ടിയെ വേണമെന്ന് പറഞ്ഞു ചോദിച്ചു. ആൺകുട്ടി ആർക്കെതിരെ തിരിഞ്ഞു? വാപ്പാക്കെതിരെ തിരിഞ്ഞു. അതുകൊണ്ടാണ് പിൽക്കാലത്ത് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ആ ദാവൂദ് നബിയുടെ ദുആ സമുദായത്തിന് പഠിപ്പിച്ചു കൊടുത്തു. കാനമിൻ ദുആഇ ദാവൂദ, ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആയിൽ പെട്ടതാണ് 4 കാര്യങ്ങൾ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ അർബഇൻ വഅഊദു ബിക മിൻ അർബഇൻ. അല്ലാഹ് 4 കാര്യങ്ങൾ നിന്നോട് ഞാൻ ചോദിക്കുന്നു അല്ലാഹ്, 4 കാര്യങ്ങളെ കൊണ്ട് നിന്നോട് കാവൽ തേടുന്നു അല്ലാഹ്. 4 കാര്യങ്ങൾ നിന്നോട് ചോദിക്കുന്നു, 4 കാര്യങ്ങൾ കാവൽ തേടുന്നു. കാവൽ തേടുന്നത് മാത്രം നമുക്ക് ചോദിക്കാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വലദിൻ യകൂനു അലയ്യ സയ്യിദാ. അല്ലാഹുവേ, എന്നെ ഭരിക്കുന്ന ഒരു മോനെ നീ എനിക്ക് നൽകല്ലേ അല്ലാഹ്. ഏതെങ്കിലും വാപ്പന്മാർ അങ്ങനെ ദുആ ചെയ്യുന്നുണ്ടോ? എന്നെ ഭരിക്കുന്ന ഒരു മോനെ നീ നൽകല്ലേ അല്ലാഹ്. ഇന്ന് മക്കൾ മൊത്തം വാപ്പന്മാരെ ഭരിച്ചുകൊണ്ടിരിക്കുക. വീട്ടിൽ കുടുംബ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നവരാ നമ്മളൊക്കെ. സ്വത്ത് പ്രശ്നം, ഓഹരി പ്രശ്നം, ഈ പ്രശ്നങ്ങളിലൊക്കെ വാപ്പാക്കൊരു സ്ഥാനമില്ല. എല്ലാ സ്ഥാനവും മക്കളുടെ കൈവശമായി. ഇന്ന് ഞാനൊരു രോഗിയെ കാണാൻ പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ പെട്ടെന്ന് മരിപ്പിക്കട്ടെ ഈമാനോടെ പറഞ്ഞു ദുആയിരുന്നു. കാരണം ഞാൻ ഒരു ഉമ്മാടുത്ത് അവരുടെ ഭാര്യയുടെ മുന്നിൽ വെച്ച് ഞാൻ ദുആ ചെയ്തു, അല്ലാഹു പെട്ടെന്ന് ഈമാനോടെ മരിപ്പരുത്. കാരണം ആ കിടത്ത കണ്ടിട്ട് സഹിക്കാൻ വയ്യ. 4 ആൺമക്കളുണ്ട്. ഒരു ആലിമായ ഉസ്താദാണ്. 4 ആൺമക്കളുണ്ട്. ആ 4 ആൺമക്കളും അവർ ഗൾഫിലും അവരുടെ സ്ഥലത്തും. ഒരു ഹിന്ദു സഹോദരിയെ ഖിദ്മത്തിന് വേണ്ടി അവിടെ നിർത്തിയിരിക്കുന്നു. അവരാണ് വെള്ളം കൊടുക്കുന്നതും ബിസ്ക്കറ്റ് കൊടുക്കുന്നതും അവരാണ്. ആ കിടത്തയും വിറച്ചിലും ഒക്കെ കണ്ടപ്പോൾ അല്ലാഹ് റബ്ബേ, പണ്ടൊക്കെ എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഉസ്താദാണ്. ഞാൻ ദുആയിരുന്നു പടച്ചവനെ ഈമാനോടെ പെട്ടെന്ന്. ഞാൻ ഇവിടെ ഈ മജ്ലിസിലും ഈ മുബാറക്കായ അല്ലാഹു ഈമാനോടെ മരിപ്പിക്ക് പടച്ചവനെ.